കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് ജോസ് കെ മാണിയുമായി അടുക്കുന്ന സിറോ മലബാർ സഭ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് റാഫേൽ പാമ്പ്ലാനി പിതാക്കന്മാരുടെ രാഷ്ട്രീയ ദലാൽ പണി കഴിഞ്ഞ ആഴ്ച സിനഡിനിടെ സെന്റ് തോമസ് മൗണ്ടിൽ ഭംഗിയായി അരങ്ങേറി. ജോസ് കെ മാണിക്ക് ഒരു സുഖതാവളം ഒരുക്കുന്നതിന് വേണ്ടി പിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു വരുത്തി നാണം കെടുത്തി വിട്ടു. ഈ പിതാക്കന്മാർ സിനഡ് നടക്കുന്ന വേളയിൽ രാഷ്ട്രീയക്കാർ അടുപ്പിക്കാറില്ല. എന്നിട്ടും വി ഡിയെ വിളിച്ചു വരുത്തി ജോസ് കെ മാണിയുമായുള്ള സഖ്യത്തിലുള്ള ചർച്ചകൾ തുടങ്ങി വെച്ചു. പിതാക്കന്മാർ ആവശ്യപ്പെട്ടത് പ്രകാരം അവര് വിശ്വാസത്തിലെടുത്ത് ജോസ് കെ മാണിയുടെ പാർട്ടിയുമായി ചർച്ചകൾ തുടർന്ന വി ഡി സതീശന് മുഖത്തടി കിട്ടിയതുപോലെയായി ജോസ് കെ മാണിയുടെ യു ഡി എഫിലേക്ക് താനില്ല എന്ന പ്രഖ്യാപനം. എന്നിട്ടും തളരാതെ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ തിളയ്ക്കുകയാണ് ഇപ്പോൾ പാമ്പ്ലാനിയുടെ രാഷ്ട്രീയ രക്തം. അതിന്റെ ആഫ്റ്റർ ഇതാണ്. ഇടത് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സിറോ മലബാർ സഭ ഇടതിലെ സഖ്യകക്ഷിയായ ജോസ് കെ മാണിയുമായി വീണ്ടും അടുക്കുന്നു. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. 75 വയസ്സ് കഴിഞ്ഞ 1500 കർഷകരെ ആദരിക്കുന്ന ഇൻഫാമിന്റെ ചടങ്ങിൽ 4 മെത്രാന്മാർക്കൊപ്പം ഉണ്ടായിരുന്ന ഏക രാഷ്ട്രീയ നേതാവായി ജോസ് കെ മാണി. മാർ മാത്യു അറയ്ക്കൽ, കാഞ്ഞിരപ്പള്ളി 20-ാം മെത്രാൻ മാർ ജോസ് പുളിക്കൽ, ചങ്ങനാശ്ശേരി അതിരൂപതാം മെത്രാൻ മാർ തോമസ് തറയിൽ എന്നിവർ പങ്കെടുത്ത ചടങ്ങിന്റെ ഉദ്ഘാടകനായാണ് സാക്ഷാൽ ജോസ് കെ മാണി. കോട്ടയത്ത് നിരവധി ക്രിസ്ത്യൻ നേതാക്കൾ കോൺഗ്രസിലും ബി ജെ പിയിലും ഉള്ളപ്പോൾ ജോസ് കെ മാണിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ വലിയ രാഷ്ട്രീയ ധ്രുവീകരണവും ഒരു മെസ്സേജുമുണ്ട്. ഇടതുമുന്നണി സർക്കാരുമായി നിരവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിറോ മലബാർ സഭ ഇതാ ആ വിഷയങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളോ യു ഡി എഫ് നേതാക്കളോ ഒന്നും പ്രതികരിക്കാത്തതിൽ വിഷമത്തിലാണ് സഭയല്ല സഭാ നേതൃത്വം. അതുകൊണ്ട് തന്നെയാകും പിതാക്കന്മാർ വിളിച്ച ഉടൻ തന്നെ ഔദ്യോഗിക വാഹനമൊക്കെ ഉപേക്ഷിച്ച് ഈ വി ഡി സതീശൻ അതിരൂപതയിലെത്തി പിന്നീട് നാണം കെട്ടി മടങ്ങിപ്പോയത്. അതായിരിക്കുമല്ലേ. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സഭകളുടെ വലിയ പിന്തുണ കിട്ടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷയെന്ന് സിറോ മലബാർ സഭയിലെ ഈ പിതാക്കന്മാർ കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ വെറുതെ അങ്ങ് വോട്ട് കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ അവർ എൽ ഡി എഫിനും യു ഡി എഫിനും നൽകുന്നത്. സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ ശക്തവും ഉറച്ചിതമായ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കണം. അങ്ങനെ സഭയ്ക്ക് വിശ്വാസികളുടെ വിശ്വാസ്യത നേടിയെടുക്കണമെന്നാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ ചുവടുവയ്ക്കുന്ന പിതാക്കന്മാർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വ്യക്തമായ ധാരണ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കളത്തിൽ കാണാമെന്നാണ് യു ഡി എഫിനോടുള്ള സഭയുടെ നിലപാട്. സംവരണ വിഷയങ്ങളിൽ സിറോ മലബാർ സഭ നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് യു ഡി എഫിന്റെ മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനുള്ളത്. വിദ്യാർത്ഥി സ്കോളർഷിപ്പ് പ്രശ്നത്തിലും അത് തന്നെയാണ്. യു ഡി എഫിന്റെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ആ മുന്നണിക്കുള്ളിൽ യാതൊരു വോയിസ് പവറുമില്ലെന്നും സഭ വിലയിരുത്തുന്നു. അവർക്ക് മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാനുള്ള ത്രാണിയില്ലെന്നാണ് സിറോ മലബാർ സഭയുടെ കണ്ടെത്തൽ. അവിടെയാണ് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എമ്മിലുള്ള പ്രസക്തി വീണ്ടും ക്രൈസ്തവ സഭകൾ ഉയർത്തിക്കൊണ്ടുവരും. ഈ സാഹചര്യത്തിലാണ് 4 മെത്രാന്മാർ പങ്കെടുത്ത ആ ചടങ്ങിൽ ജോസ് കെ മാണിയെ മാത്രം ഉദ്ഘാടകനായി വിളിച്ചു വരുത്തിയത്. കേരളത്തിലെ വലിയൊരു മുന്നേറ്റത്തിന് ക്രിസ്ത്യൻ സഭകളുടെ വലിയൊരു പിന്തുണ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കോട്ടയം ജില്ലയിൽ പാലാ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലാണ്, ആ മേഖലകളിലാണ്. അവിടെ എന്നിട്ടും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ഷോൺ ജോർജ് ഇവരെ സഭ മൈൻഡ് ചെയ്തതുമില്ല. ഈ ചടങ്ങിൽ ഈ ഇരുവരെയും സഭ അവഗണിച്ചത് അവർക്ക് വലിയ വില കേരളത്തിൽ സഭ കൊടുക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ്. കേരളത്തിന് പുറത്തെ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇരട്ടത്താപ്പാണ് ഇവർ നടത്തുന്നതെന്നും ബി ജെ പിയുടെ ക്രിസ്ത്യൻ നേതാക്കൾ ബി ജെ പിയിൽ ഇരുന്നു കൊണ്ട് അവർക്കൊന്നും ചെയ്യാനാകുന്നില്ലെന്നും സഭ പറയുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ജോസ് കെ മാണിക്ക് കുഴലൂതാൻ വേണ്ടിയിട്ട് മാർ റാഫേൽ പിതാവും മാർ പാമ്പ്ലാനി പിതാവും രാഷ്ട്രീയ ദല്ലാൾ കുപ്പായമഴ തണിയുമ്പോൾ സഭാവിശ്വാസികൾ അതിനെ എങ്ങനെ നോക്കിക്കാണുമെന്നാണ് അടുത്ത ചോദ്യം.